ഹരി ഓം. 34-ാമത്തെ സ്തുതി പ്രഹ്ലാദസ്തുതി. ഇത് ഭാഗവതത്തിൽ സ്കന്ധം 7 9-ാമത്തെ അധ്യായം 8 മുതൽ 50 വരെയുള്ള ശ്ലോകങ്ങളാണ്. 43 ശ്ലോകങ്ങൾ അടങ്ങുന്ന നീണ്ട സ്തുതിയാണ് പ്രഹ്ലാദസ്തുതി. പ്രഹ്ലാദൻ്റെ ഉപദേശം കേട്ട് അസുരബാലന്മാരുടെ ഹൃദയത്തിൽ ഹരിഭക്തി ഉദിച്ചു. അതറിഞ്ഞ് ഹിരണ്യകശിപു ആ സഭയിലേക്ക് ഓടി വന്ന് അസഹ്യമായ കോപത്തോടെ പ്രഹ്ലാദനോട് ചോദിച്ചു, നിന്റെ പിൻബലം ഏത്? പ്രഹ്ലാദൻ പറഞ്ഞു, എനിക്ക് മാത്രമായി ഒരു പിൻബലമില്ല. എല്ലാവർക്കും പിൻബലമായി വർത്തിക്കുന്നത് ആരോ ആ ശ്രീഹരി മാത്രമാണ് എൻ്റെ പിൻബലം. ഹിരണ്യകശിപു ചോദിച്ചു, എങ്കിൽ അവൻ എവിടെ? എല്ലായിടത്തും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഈ തൂൺ എന്തുകൊണ്ട് കാണപ്പെടുന്നില്ല? അങ്ങനെ ഒരു പിൻബലം നിനക്കുണ്ടെങ്കിൽ അവൻ്റെ നിന്നെ രക്ഷിക്കും ഞാനെന്ന് കാണട്ടെ. ഹിരണ്യകശിപു ആ തൂണിന്മേടിച്ചു. അതിന് ഭീകരനായ നൃസിംഹമൂർത്തി പ്രത്യക്ഷപ്പെട്ടു. കഴുത്തിന് മുകളിൽ സിംഹം താഴെ മൃഗവുമല്ല മനുഷ്യനുമല്ല. സന്ധ്യാസമയം, രാത്രിയല്ല പകലല്ല. അസുരൻ യുദ്ധസന്നദ്ധനായി ഭഗവാൻ അസുരനെ പിടിച്ചെടുത്ത് പടിയിരുന്ന് തൻ്റെ മടിയിൽ കിടത്തി 2 കൈകളിലുള്ള നഖങ്ങൾ ആ മാറിടത്തിൽ ഇറക്കി. അത് കീറിപ്പൊളിച്ചു. ഉദരത്തിൽ നിന്ന് ചാടുന്ന ചുടുചോര നക്കിയെടുത്തു. കുടൽമാലകൾ വലിച്ചെഴുത്ത് കഴുത്തിലിട്ടു. അപ്പോൾ ആ രൂപം ആനയെ കൊന്നിട്ട് നിൽക്കുന്ന സിംഹത്തെ പോലെ ശോഭിച്ചു. ആ ജഡം ദൂരത്തെറിഞ്ഞിട്ട് ആ സിംഹാസനത്തിൽ ചെന്നിരുന്നു. രക്താഭിഷിക്തനായി അലറിക്കൊണ്ടിരിക്കുന്ന നൃസിംഹമൂർത്തിയെ കണ്ട് പേടിച്ച് ദേവന്മാർ സ്തുതിച്ചു. എന്നിട്ടും ഭഗവാന്റെ ഭീകരഭാവം മാറിയില്ല. രോഷം പൂണ്ടു നിൽക്കുന്ന നരസിംഹമൂർത്തിയുടെ സമീപത്തേക്ക് ചെല്ലുവാൻ ഇന്ദ്രൻ, വിരിഞ്ചൻ, രുദ്രൻ എന്നിങ്ങനെയുള്ള ദേവന്മാർ പോലും ധൈര്യപ്പെട്ടില്ല. ലക്ഷ്മീദേവിയും മുൻ കണ്ടില്ലാത്ത രൂപം കണ്ട് അങ്ങോട്ടടുത്തില്ല. ബ്രഹ്മാവ് പ്രഹ്ലാദനെ പ്രേരിപ്പിച്ചു ഭഗവാന്റെ മുമ്പിൽ ചെന്ന് നമസ്കരിക്കാൻ. ഞാൻ പോകാമെന്ന് പറഞ്ഞ് പ്രഹ്ലാദൻ നരസിംഹമൂർത്തിയുടെ അടുത്ത് ചെന്ന് കൈകൂപ്പി വീണ് നമസ്കരിച്ചു. ഉടനെ തന്നെ ഭഗവാന്റെ ഭീകരരും മാറി പ്രശാന്തനായി തൃക്കൈകൾ കൊണ്ട് അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. ആ കരസ്പർശം മൂലം അപകലം നശിച്ച പ്രഹ്ലാദൻ ഭഗവാനിൽ അർപ്പിച്ചു ഭംഗിയായി സ്തുതിച്ചു. സ്തുതി കേൾക്കാം. പ്രഹ്ലാദ ഉവാച ബ്രഹ്മാദയസുരണാനോദിദ്ധ സത്വൈകദാനമതയോ വചസാം പ്രവാഹൈ നാരാധിതും പുരുഗുണൈരധുനാ വിപ്രോ കിം തോഷ്ടുമർഹതി സമേ ഹരിരുഗ്രജാതേ മന്യേധനാവിജനരൂപതപശ്രുതൗജസ്തേജപ്രഭാവബലപൗരുഷബുദ്ധിയോഗ നാരാധനായ ഹി ഭവന്തി പരസ്യ പുംസോ ഭക്ത്യാ തുതോഷ ഭഗവാൻ ഗജയൂഥപായ വിപ്രാദ്യുഷഡ്ഗുണയുതാതരവിന്ദനാഭ പാദാരവിന്ദമുഖാചോപചം വരിഷ്ഠം മന്യേ തദർപ്പിതമനോ വചനേ ഹിതാർത്ഥ പ്രാണം പുനാതിസകുലം നതു ഭൂരിമാന നൈവാത്മന പ്രഭുരയം നിജലാഭപൂർണോ മാനം ജനാദവിദുഷ കരുണോ വൃണീതേ യദ്യജ്ജനോ ഭഗവതേ വിദധീതമാനം തച്ചാത്മനേ പ്രതിമുഖസ്യതാമുഖശ്രീ തസ്മാദഹം വിഗതവിക്ലവൈശ്വരസ്യ സർവാത്മനാ മഹി ഗൃണാമി യഥാ മനീഷം നീജോ ജയാ ഗുണവിസർഗമനുപ്രവിഷ്ടപൂയേതയേന ഹി പുമാനനുവർണിതേന സർവേ ഹ്യമീ വിധികരാസ്തവ സത്വധാംനോ ബ്രഹ്മാദയോ വയമിവേശന ചോദ്വിജന്ത ക്ഷേമായ ഭൂതായ ഉതാത്മസുഖായ ചാസ്യാ വിക്രീഡിതം ഭഗവതോ രുചിരാവതാരേ തദ്യച്ഛമന്യുമസുരശ്ച ഹതസ്ത്വയാദ്യാമോദേത സാധുരവിവൃശ്ചിക സർപ്പഹത്യ ലോകാച്ച നിർവൃതിമിതാ പ്രതിയന്തി സർവേ രൂപം നൃസിംഹേ വിഭയായ ജനാ സ്മരന്തി നാഹം പിബേമ്യജിതപത്മതേതി ഭയാനകാസ്യ ജിഹ്വാർക്കനേത്രപുരുകുടീരവസോഗ്രദംഷ്ട്രാത് ആന്ധ്രസ്രജക്ഷതജ കേസരശങ്കുകർണ നിർഹൃദഭീദതി വിഭാദരിഭിന്നഖാഗ്രാത് ത്രസ്തോസ്മ്യഹം കൃപണവത്സലദുസ്സഹോഗ്ര സംസാരചക്രഗദനാദ്ഗ്രസതാം പ്രണീത ബദ്ധസ്വകർമ്മഭിരുഷത്തമതേങ്ക്രിമൂലം പ്രീതോപവർഗശരണം ഹയസേ കദാനു യസ്മാത് പ്രിയാ പ്രിയവിയോഗ സയോഗജന്മശോകാക്തിന സകലയോനിഷു ദഹ്യമാന ദുഃഖൌഷധം തദപി ദുഃഖമദദ്യാഹം ഭൂമൻ ഭ്രമാമി വദമേ തവ ദാസ്യയോഗം സോഹം പ്രിയസ്യ സുഹൃദ പരദേവതായ ലീലാകഥാസ്തവ നൃസിംഹവിരിഞ്ചഗീത അജ്ജസ്തിധർമ്മ്യനുഗൃണാൻ ഗുണവിപ്രമുക്തോ ദുർഗാണി തേ പദയുഗാലയ ഹംസസംഗ
ബാലസ്യനേകശരണം പിതരോ നൃസിംഹാനാർത്തസ്യ ജാഗതമുദന്നതിവച്ചതോ നോ തപ്തസ്യ തത്പ്രതിവിദീർഘ ഇഹാജസേഷുസ്താവത് വിഭോ തനുവൃതാം തുതുപേക്ഷിതാനാം യസ്മിന്യതോ യർഹിയേന ച യസ്യ യസ്മാത് യസ്മൈ യഥാ യതുതയസ്തവരഃ പരോ വാ ഭാവകരോതി വികരോതി പൃഥക് സ്വഭാവ സഞ്ജോതിതസ്തദഖിലം ഭവതസ്വരൂപം മായാമനസൃജതി കർമ്മമയം ബലീയകാലേന ചോദിതഗുണാനുമതേന പുംസ ഛന്ദോമയം യദജയാർപ്പിതഷോഡശാരം സംസാരചക്രമജഗോദിതരേ ത്വതന്യ സത്വം ഹി നിത്യവിജിതാത്മഗുണസ്വധാംനാ കാലോ വശീകൃതവിസൃജ്യ വിസർഗശക്തി ചക്രേ വിസൃഷ്ടമജയേശ്വര ഷോഡശാരേ നിഷ്പീഡ്യമാനമുപകർഷ വിഭോ പ്രപന്നം ദൃഷ്ടാമയാ ദിവി വിഭോഖിലധിഷ്ണ്യപാനാം ആയുശ്രിയോ വിഭവ ഇച്ഛതി യജ്ജനോയം യേസ്മത്പിതുകുപിതഃ സവിജൃംഭിതഭ്രൂ വിസ്ഫൂർജിതേന ലുളിതാ സതുതേ നിരസ്താ തസ്മാദമൂസ്നനുപൃതാമഹമാശിഷോ യജ്ഞായ ആയുശ്രിയം വിഭവൈന്ദ്രിയമാഭിരാഞ്ജാത് നേച്ഛാമി ദേവി ലുളിതാനുരുവിക്രമേണ കാലാത്മനോപനയമാം നിജഭൃത്യപാർശ്വം കുത്രാശിഷശ്രുതിസുഖാ മൃഗതൃഷ്ണിരൂപ ക്വേദം കളേബരമശേഷരുജാം വിരോഹ നിർവിദ്യതേന തു ജനോ യതപീതി വിദ്വാൻ കാമാനലം മധുലവൈ ശമയൻ ദുരാവേ ക്വഹം രജപ്രഭവൈ ശതമോധികേസ്മിൻ ജാതസുരേതരകുലേ ക്വതവാനുകമ്പ ന ബ്രഹ്മണോ ന തു ഭവസ്യ ന വൈരമായ യന്മേർപ്പിതശിരസി പത്മകരപ്രസാദ നൈഷാപരാവരമതിർഭവതോ നനു സ്യാദ്യന്തോർയഥാത്സ സുഹൃദോ ജഗതസ്തദാപി സംസേവയാ സുരതരോരിവ തേ പ്രസാദ സേവാനുരൂപമുദയോ ന പരാവരത്വം ഏവം ജനം നിപതിതം പ്രഭവാഹി കൂപേ കാമാഭികാമമനുയ പ്രപതൻ പ്രസംഗാത് കൃത്വാത്മസാ സുരഷിണാ ഭഗവൻ ഗൃഹീതാസോഹം കഥം ന വിസൃജേ തവ ഭൃത്യസേവാ മത്പ്രാണരക്ഷണമനന്തപിതുർവധുശ്ച മന്യേ സ്വഭൃത്തർഷിവാക്യമൃതം വിധാതും ഖഡ്ഗം പ്രഗൃഹ്യ യതവോച തസദ്വിധിസ്വ സ്വാമീശ്വരോ മതപരോ വധുകം ഹരാമി ഏകസ്ത്വമേവ ജഗതി തനമുഷ്യയത്വം ആദ്യന്തയോ പൃഥഗവസ്യസി മദ്യതശ്ച സൃഷ്ട്വാ ഗുണവ്യതികരം നിജമായ ഏതം ഞാനേവ തൈരവസിതസ്തതനു പ്രവിഷ്ട ത്വം വാ ഇദം സദസതീശ ഭവാശ്രതോന്യോ മായാ യദാത്മപരബുദ്ധിരിയം ഹ്യപാർത്ഥ യദ്യസ്യ ജന്മനിധനം സ്ഥിതിരീക്ഷണം ച തദ്വൈ തദേവ വസുകാലവദഷ്ടിതർവോ നസ്യേതമാത്മനി ജഗദ്വിലയാംബുബദ്ധി ശേഷേത്മനാ നിജസുഖാനുഭവോ നിരീഹ യോഗേന മീരതദൃഗാത്മനിവീതനിദ്രാസ്തുര്യേ സ്ഥിതോ നതു തമോ ന ഗുണാശ്ച യുങ്ക്ഷേ തസ്യൈവ ദേവപുരിതം നിജകാലശക്തിയാ സഞ്ജോതിതപ്രകൃതിധർമ്മണമാത്മഗൂഢം അംഭസ്യനന്ദശയനാത് വിരിൽസമാദേ നിർഭാ നാഭേരഭൂസ്വകണികാ വടവൻ മഹാബ്ജം തത്സംഭവക്കരവിരുതോന്യതപദ കവിരതോന്യതപദ പശ്യമാനസ്ത്വാം ബീജമാത്മനി തതം സ്വബഹിർവിചിന്യ നാവിന്ദദപ്തശതമപ്സു നിമജ്ജമാനോ ജാതേങ്കുരേ കഥമുഹോപലഭേദബീജം സത്വാത്മയോ നിരതിവിസ്മിതാസ്ഥിതോബ്ജം കാലേന തീവ്രതപസാ പരിശുദ്ധഭാവ ത്വാമാത്മനീശ ഭുവിഗന്ധമിവാതിസൂക്ഷ്മം ഭൂതേന്ദ്രിയാശയമയേ വിതതം ദദർശ ഏവം സഹസ്രവദനാങ്കൃശിരക്കരോരുനാസാസ്യ കർണനയനാഭരണായുധാഢ്യം മായാമയം സതുപലക്ഷിതസന്നിവേശം ദൃഷ്ട്വാ മഹാപുരുഷമാപമുദം വിരിഞ്ച തസ്മൈ ഭവാൻ ഹയശിരസ്തനുവം ച ബിഭ്രത് വേദദ്രുഹാവതിബലോ മധുകൈടവാക്യോ ഹത്വാനയ ശ്രുതിഗണാസ്തുരജസ്തമശ്ച സത്വം തവ പ്രിയതമാം തനുമാമനന്തി ഇത്തം നൃതിര്യഋഷിദേവചഷാവതാരെ ലോകാൻ വിഭാവയസി ഹംസി ജഗത്പ്രദീപാൻ ധർമ്മം മഹാപുരുഷപാസിയുഗാനുവൃത്തം ഛന്നക്കലോ യദഭവസ്ത്രിയുഗോധസത്വം നൈതന്മനസ്തവ കഥാസു വികുണ്ഠനാഥ സംപ്രീയതേ ദുരിതദുഷ്ടമസാധു തീവ്രം കാമാതുരം ഹർഷശോകഭയേഷണാർത്ഥം തസ്മിൻ കഥം തവ ഗതിം വിമൃശാമി ദീനാ ജിഹ്വൈ ഗതോച്യുത വികർഷതി മാ വിതൃപ്ത ശിശ്നോന്യുതസ്തകുതരം ശ്രവണം കുതശ്ചിത്
ഘ്രാണോന്യതശ്ച ഫലദൃക്വച കർമ്മശക്തി ബഹുസ്വപത്നൈവ ഗേഹപതിം ലുനന്തി ഏവം സ്വകർമ്മപതിതം ഭവവൈതരണ്യ അന്യോന്യജന്മമരണാശനഭീതഭീതം പശ്യൻ ജനം സ്വപരവിഗ്രഹവൈരമൈത്രം ഹന്തേതി പാരചരപി പ്രഹിമൂഢമദ്യ കോന്നത്ര തേഖില ഗുരു ഭഗവൻ പ്രയാസ ഉത്താരണേസ്യ ഭവസംഭവലോപഹേതു മൂഢേഷു വൈ മഹദനുഗ്രഹാർത്ഥബന്ധു കിം തേന തേ പ്രിയജനാനനുസേവതാംന നൈവോദ്വിജേ പരദുരത്യ വൈതരണ്യ സ്തദ്വീര്യഗാനമഹാരതനചിത ശോചേതോ വിമുഖചേതസൈന്ദ്രിയാരമയാസാപരമുദ്വഹതോ വിമൂഢാൻ പ്രായേണ ദേവമുനയസ്വിമുക്തികാമനം ചരന്തി വിജനേന പരാർത്ഥനിഷ്ഠ നൈതന്യായ കവണന്യമൂഢൈകോ നാന്യം ത്വദസ്യ ശരണം രമതോന്വിശ്യേ യന്മയുനാദിഗ്രഹമേതി സുഖം ഹി തുച്ഛം കണ്ഠൂയേന കയോരിവ ദുഃഖദുഃഖം തൃപ്യന്തിനേഹ കൃപണ ബഹുദുഃഖഭാജ കണ്ഠൂതിവൻ മനസിജം വിഷഹേദധീര മൗനവ്രതശ്രുതതപോധ്യേന സ്വധർമ്മ വ്യാഖ്യാരഹോ ജപസമാധയാപവർഗ്യ പ്രായപരം പുരുഷതേ ത്വജിതേന്ദ്രിയാണാം വാർത്താ ഭവന്തി ധനവാത്രതുദാംഭികാനാം രൂപേ ഇമേ സദസദസി സഭവേദ സൃഷ്ടെ ബീജാങ്കുരാവിവനചാന്യതരൂപകസ്യ യുക്താ സമക്ഷമുഭയത്ര വിചിന്വതേ ത്വം യോഗേന വന്യമിവ ദാരുഷു നാന്യത സ്യാത്. ത്വം വായുരഗ്നിരവനിർവ്യദംബുമാത്രാ പ്രാണേന്ദ്രിയാണി ഹൃദയം ചിതനുഗ്രഹശ്ച സർവം ത്വമേവ സഗുണോ വിഗുണശ്ച ഭൂമന്നാന്യസ്ത്വദസ്ത്യഭിമനോ വചസാ നിരുക്തം നൈതേ ഗുണാനഗുണിനോ മഹദാദയോ യേ സർവേ മനഃപ്രഭൃതയഃ സഹദേവമർത്യ ആദ്യന്തവന്ത ഉരുകായ വിദന്തി ത്വാമേവം വിമൃശ്യ സുധിയോ വിരമന്തി ശബ്ദാത് തത്തേ അർഹത്തമ നമസ്തുതി കർമ്മപൂജ കർമ്മസ്മൃതിശ്ചരണയോ ശ്രവണം കഥായാം സംസേവയാ ത്വയി വിനീതി ഷഡംഗയാ കിം ഭക്തിഞ്ജന പരമഹംസഗതോ ലഭേത. ബ്രഹ്മാദിദേവന്മാരുടെ സ്തുതി കേട്ട് പ്രസാദിക്കാതിരുന്ന ഭഗവാൻ പ്രഹ്ലാദൻ്റെ സ്തുതി കേട്ടപ്പോൾ പ്രസാദിച്ചത് എന്തുകൊണ്ട്? സ്തുതികളുടെ പ്രകാരഭേദം കൊണ്ടു തന്നെ. അസുരൻ നിഗ്രഹിക്കപ്പെട്ടതുകൊണ്ട് ശല്യം കഴിഞ്ഞു എന്ന സന്തോഷത്തിലാണ് എല്ലാവരും സ്തുതിച്ചത്. അതുകൊണ്ടാണ് ഭഗവാൻ പ്രസാദിക്കാതിരുന്നത്. പ്രഹ്ലാദനാകട്ടെ അത്തരം ലൗകിക കാര്യമൊന്നും പറഞ്ഞില്ല. ഭഗവാൻ മഹിമ വർണ്ണിക്കുമ്പോഴാണ് ഒരുവൻ പരിശുദ്ധനായി തീരുന്നത്. ആ പരിശുദ്ധിക്ക് വേണ്ടിയാണ് ഞാൻ സ്തുതിക്കുന്നത്. ലഭിക്കണമെന്നാഗ്രഹിക്കുന്നു ലഭിക്കാതിരിക്കുക, ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നു ഒഴിവാക്കാതിരിക്കുക. ഇതാണ് സംസാര ജീവിതത്തിൻ്റെ സ്വഭാവം. ദുഃഖമയമായ ഈ കുരുക്കിൽ നിന്ന് കരകയറാൻ ഭഗവത് കൃപ കൊണ്ട് മാത്രമേ പറ്റൂ. എൻ്റെ മനസ്സ് ഇന്ദ്രിയ വിഷയങ്ങളിൽ വ്യാപരിക്കരുത്. രൂപം, കുലം, ധനം, ആഭിജാത്യം, പാണ്ഡിത്യം എന്നിവ കൊണ്ടൊന്നും ഭഗവാനെ പ്രസാദിപ്പിക്കുവാൻ സാധിക്കില്ല. ഭക്തി കൊണ്ട് മാത്രമേ കഴിയൂ. അവിടുത്തെ രൂപവും ഗർജനവും ഒന്നും എനിക്ക് ഭയമില്ല. സംസാര സാഗരത്തെയാണ് അടിയൻ ഭയക്കുന്നത്. നീച വംശജനാണെങ്കിലും എനിക്കാകുന്ന വിധത്തിൽ ഞാൻ അങ്ങയെ കീർത്തിക്കുന്നു. ഈ അവതാരലീലകൾ ലോകത്തിന് ഐശ്വര്യവും സുഖവും നൽകുന്നു. പാപനായ അസുരൻ ഹതനായി. ഇനി അങ്ങ് അവിടുന്ന് കോപം അടക്കണം. ഈ ദൈത്യരാജൻ്റെ വധം സാധുജനത്തിന് ഉപകാരമായി ഭവിച്ചു. അങ്ങയുടെ ഈ ആകൃതി ജനം ഭീതി പോകാൻ സ്മരിക്കും. സുഖഭോഗങ്ങളിൽ മുഴുകുന്നവൻ വീണ്ടും അവിടെ തന്നെ നിന്ന് തിരിയുന്നു. അവൻ നിർവേദമടയുന്നില്ല. തമോ ഗുണം ചേർന്ന് ദൈത്യവംശത്തിൽ ജനിച്ചവനാണെങ്കിലും ബ്രഹ്മാവും ശിവനും ലക്ഷ്മീദേവിയും നോക്കി നിൽക്കെ എൻ്റെ തലയിൽ ആ കരപങ്കജങ്ങൾ വെച്ചുവല്ലോ. ഉത്കൃഷ്ടനെന്നും നികൃഷ്ടനെന്നും അങ്ങേക്ക് ഭേദമില്ല. എന്നെ വാളുമായി കൊല്ലാൻ വന്ന പിതാവിൽ നിന്ന് രക്ഷിച്ചത് നാരദമുനിയുടെ വാക്കുകൾ സത്യമാക്കാനല്ലേ? അതിനാൽ ഹരേ, അങ്ങയുടെ മുൻപിൽ നമസ്കാരം, സ്തുതി, സർവകർമാർപ്പണം, അർച്ചന, പാദസ്മരണം, കഥാകർണനം ഇങ്ങനെയുള്ള സേവ കൊണ്ടല്ലാതെ ദൃഢഭക്തി കൈവരുന്നില്ല. ദേവന്മാരെയും ഭഗവത് കീർത്തനം പാടിയ അസുരബാലന്മാരെയും അനുഗ്രഹിക്കാൻ പ്രഹ്ലാദൻ അപേക്ഷിച്ചു. എൻ്റെ മനസ്സും കരണചരണ ആദി അവയവങ്ങളും ഭഗവത് സപരിയിൽ മുഴുകട്ടെ. പ്രഹ്ലാദൻ്റെ ഈ സ്തുതി കേട്ട് ഭഗവാൻ സന്തോഷിച്ചു. എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിച്ചു. ഒരു വരവും ചോദിക്കാൻ തോന്നാതിരിക്കാനുള്ള വരമാണ് പ്രഹ്ലാദൻ ആവശ്യപ്പെട്ടത്. ഭഗവത് പാദഭക്തി മാത്രം. ഒരു കുടുംബത്തിൽ ഒരു ഭക്തൻ പിറന്നാൽ അതുകൊണ്ടു തന്നെ അയാളുടെ 21 തലമുറയിൽപ്പെട്ടവർക്കെല്ലാം സദ്ഗതി ലഭിക്കും. അതാണ് ഭക്തൻ്റെ മഹിമ, ഭക്തിയുടെ മഹിമ. കുലം പവിത്രം ജനനീകൃതാർത്ഥ വസുന്ധര പുണ്യവതീ ചതേന
ഓം നമോ ഭഗവതേ വാസുദേവായ.